സാർ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ബൈഡന് പകരം കമലാ ഹാരിസ് വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് കൂടുതൽ പൈസയൊക്കെ വേണ്ടി വരില്ല ഈ ഇലക്ഷൻ മത്സരിക്കാൻ. അപ്പോൾ ഇവർക്ക് വേണ്ടി കൂടുതൽ സംഭാവനകൾക്കൊക്കെ ചോദിക്കുന്നു, കിട്ടിത്തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ സംഭവം ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു. അതായത് ബൈഡൻ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ കമലാ ഹാരിസ് വരാം, വേറെ ആരെങ്കിലും വരാം, ഏതായാലും പോയതിലുള്ള ഒരു സന്തോഷം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആളുകൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ $50 മില്യൺ 400 ചില്ലുവാനും കോടി രൂപയോളം രാത്രി 9 മണി വരെ വന്നതായിട്ട്, ബൈഡൻ മാറിയിട്ട് ഉള്ള രാത്രി 9 വരെ വന്നതായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ദിവസത്തെ കണക്ക്, ബൈഡൻ മാറി ഒരു ദിവസം കൊണ്ട് കമലാ ഹാരിസ് ആണ്. കാരണം കമലാ ഹാരിസിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ബൈഡൻ പോയത്. അങ്ങനെ ഒരു ദിവസം വന്നത് $81 മില്യൺ ആണ്. അത് നമ്മുടെ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 677 കോടി രൂപ ഒരു ദിവസം കൊണ്ട്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റ ദിവസത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സംഖ്യയാണത്. 7 കോടി എന്ന് പറയുന്നത്. ട്രംപിന് ഈ മറ്റേ വെടി ഏറ്റ ശേഷമുള്ള കുറെ പണം വന്നിട്ടുണ്ടാകാം. അത് എത്രയാണെന്നുള്ള കണക്കൊന്നും ആർക്കും അറിയില്ല. അവരത് പുറത്ത് വിട്ടിട്ടുമില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ചരിത്രത്തിൽ ഇതിപ്പോൾ ഈ ഡെമോക്രാറ്റ്സിന് ഈ പണം പിരിക്കുന്ന വേറൊരു സംഘടനയുണ്ട്, ഫ്യൂച്ചർ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട്. പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി, PAC എന്ന് പറയും. അങ്ങനെ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്ക് നികുതി ഇളവുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അതാണ് ഫ്യൂച്ചർ ഫോർവേഡ്. അവർക്ക് വലിയ ആളുകൾ, കമ്പനികളും ഒക്കെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കമലാ ഹാരിസ് വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നോളാം എന്ന് ഉറപ്പ് കിട്ടിയ തുക 1254 കോടി രൂപ ഉറപ്പ് കിട്ടിയപ്പോ അല്ലേ? ഇനി 1254 കോടി രൂപയും കൂടി വരുന്ന ഉറപ്പായി. $150 മില്യൺ. അത് ആ സംഘടനയ്ക്ക് വരും എന്ന് ഉറപ്പായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ കമലാ ഹാരിസ് ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഡെലിഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. 2214 ഡെലിഗേറ്റ്സ് അവരുടെ കൂടെയാണ് ഇപ്പോൾ. ഈ ശിക്ഷ കിട്ടിയല്ലോ ട്രംപിന്, ഒരു പെണ്ണ് കേസിൽ പെട്ടിട്ട് ട്രംപിന് ശിക്ഷ കിട്ടിയ സമയത്ത് അപ്പോഴും ആളുകൾ അങ്ങേർക്ക് പൈസ അയച്ചു കൊടുത്തിരുന്നു ഈ ക്യാമ്പയിൻ. അത് $50 മില്യൺ ആണ് ഒരു ദിവസം വന്നത്. 418 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് വന്നത്. ഈ ബൈഡനുമായിട്ടുള്ള ഡിബേറ്റിന് ശേഷം, ഈ ബൈഡൻ വലിയ പരാജയമായിരുന്നല്ലോ, പാളിപ്പോയല്ലോ. ആ ഡിബേറ്റിന് ശേഷം 4 ദിവസം കൊണ്ടാണ് ബൈഡന് $38 മില്യൺ കിട്ടിയത്. 4 ദിവസം കൊണ്ട് 317 കോടി രൂപ. അനുകമ്പ, സഹതാപം, ഇങ്ങനെയൊക്കെ തോന്നിയ, അങ്ങേരെ പോലെ തന്നെ വാർദ്ധക്യമുള്ളവർ കൊടുത്താണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. 317 കോടിയേ കിട്ടിയുള്ളൂ. ഇത് 24 മണിക്കൂറിൽ കമലാ ഹാരിസിന് കൊടുത്തത് 8,88,000 സാധാരണക്കാരാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. മറ്റേ പണക്കാർ കമ്പനികളുടെയാണ് ഞാൻ ഇത്ര തരാം എന്ന് ഉറപ്പ് പറഞ്ഞ 1254 കോടിയുടെ കാര്യം പറഞ്ഞത്. ഈ 8,88,000-ൽ 5 ലക്ഷം പേര് ഈ 2024 ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് ആദ്യമായിട്ട് പൈസ സംഭാവന ചെയ്യുന്നവരാണ്. ഈ അവിടെ വലിയൊരു ഇന്ത്യൻ വംശജനായ പണക്കാരനുണ്ട്, വിനോദ് ഖോസ്ല, ശതകോടീശ്വരൻ, IT കമ്പനി ഉള്ള ആള്. അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, ഉടനെ ഞാൻ കമലാ ഹാരിസിന് പണം കൊടുക്കുന്നില്ല. ആ കൺവെൻഷൻ നവംബറിൽ നടക്കുന്നുണ്ടല്ലോ, നവംബർ 5, അത് നടന്നോട്ടെ, ഇപ്പോൾ തന്നെ കിരീടധാരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഈ വിനോദ് ഖോസ്ല പറഞ്ഞു. ജോൺ മോർഗൻ ഇതുപോലെ തന്നെ വലിയ ധനാഢ്യനായ അവിടുത്തെ അമേരിക്കക്കാരൻ $1 മില്യൺ ബൈഡന് കൊടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ജൂൺ അവസാനം ഈ ബൈഡനും കമലാ ഹാരിസും കൂടി, അവർക്ക് രണ്ടുപേരും വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് കമലാ ഹാരിസ്, ബൈഡൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ
ജൂൺ ഒടുവിൽ ബാങ്കിലുണ്ടായിരുന്നത് ഡെമോക്രാറ്റുകൾക്ക് ബാങ്കിലുണ്ടായിരുന്നത് $96 മില്യൺ 803 കോടി രൂപ അതാണ് ഉണ്ടായിരുന്നത്. അതിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്ന് നിന്നിരിക്കുന്നത്. കമലാ ഹാരിസ് ആണെങ്കിൽ എല്ലാവരോടും ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, ഒരു $20 വെച്ച് നിങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ആശയവിനിമയമാണ്, മനസ്സിലാകുന്ന ആശയവിനിമയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ട്രംപിന് വെടിവെച്ച പയ്യനില്ലേ 20 വയസ്സ്, ആ പയ്യൻ മറ്റേ ഈ കമ്പനി ഉണ്ടല്ലോ, ഇവർക്ക് പൈസ കൊടുക്കുന്ന കമ്പനി, ആ കമ്പനി ആക്ട് ബ്ലൂ, ഈ ഡെമോക്രാറ്റുകൾക്ക് പൈസ ശേഖരിക്കുന്ന കമ്പനിയുടെ പേര് ആക്ട് ബ്ലൂ, മറ്റേ റിപ്പബ്ലിക്കൻസിന് ട്രംപിന് വേണ്ടി പൈസ ശേഖരിക്കുന്ന കമ്പനിയുടെ പേര് വിൻ റെഡ്. അപ്പോൾ ട്രംപിനെ വെടിവെച്ച ആ പയ്യനും ഈ ഡെമോക്രാറ്റ്സിന്റെ ആക്ട് ബ്ലൂവിന് $15 കൊടുത്തിരുന്നു, സംഭാവന കൊടുത്ത. റിപ്പബ്ലിക്കനായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നേ ഉള്ളൂ, സംഭാവന കൊടുത്തത് ഡെമോക്രാറ്റുകൾക്കായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നാണ് കരുതുന്നത്. ഈ ആക്ട് ബ്ലൂ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. ഇനി ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമല പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവും എന്നുറപ്പായ സ്ഥിതിക്ക് അവർക്ക് കോൺഗ്രസിലെ ഡെലിഗേറ്റ്സിൻ്റെ പിന്തുണയൊക്കെ ഉറപ്പായ സ്ഥിതിക്ക് അവർ വൈസ് പ്രസിഡന്റ് ആക്കാൻ സാധ്യതയുള്ള, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആക്കാൻ സാധ്യതയുള്ള, അതായത് കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആണെങ്കിൽ ഈ വൈസ് പ്രസിഡന്റ് ആകാൻ സാധ്യത, ജോ ബൈഡന്റെ കമലാ ഹാരിസ് പോലെ കമലാ ഹാരിസിന് വൈസ് പ്രസിഡന്റ് ആയി വരാൻ സാധ്യതയുള്ള ആളുകൾ. ഒന്നാമത്തെ ആള് ആൻഡി ബുഷ്കാം, കെൻഡക്കി ഗവർണർ. 25% ഈ കെൻഡക്കിയിലെ ഗവർണറാണ്. കെൻഡക്കിയിൽ 25% ആളുകൾ വോട്ടർമാർ പ്രൈമറിയിൽ ട്രംപിൻ്റെ കൂടെ നിന്ന സ്ഥലമാണ്. ട്രംപിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലം എന്നർത്ഥം. 2020 ജോലിയുടെ കാര്യത്തിൽ, നാട്ടുകാർക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ ആൻഡി ബുഷ്കാം. പിന്നെ രണ്ടാമത്തെ ആൾ പീറ്റ് ബട്ട് ഐഗീഗ്. അദ്ദേഹം അമേരിക്കൻ ഗതാഗത സെക്രട്ടറിയാണ്. ബൈഡനും ഹാരിസിനും എതിരെ പ്രൈമറിയിൽ നിലകൊണ്ട ഒരാളാണ്. അയോവയിൽ പ്രൈമറിയിൽ ജയിച്ച ആളുമാണ് അദ്ദേഹം. അങ്ങനെ മറ്റേ ബൈഡനും ഹാരിസിനും എതിരെ മത്സരിച്ച ആളാണ് പീറ്റ് ബട്ട് ഐഗീഗ്. മൂന്നാമത്തെ ആള് റോയ് കൂപ്പർ. നോർത്ത് കരോലിന ഗവർണറാണ് റോയ് കൂപ്പർ. അത് അവിടെ സാമ്പത്തിക വികസനം കാര്യമായി നടത്തിയിട്ടുണ്ട്. 2016 2020 ട്രംപിന് എതിരായിരുന്നു. ട്രംപിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അവസരം വേണം, അതിന് കമലാ ഹാരിസ് വരണം. ട്രംപിനെ നശിപ്പിക്കാനാണെങ്കിലും കമലാ ഹാരിസ് വേണം. ട്രംപിനേക്കാൾ എത്രയോ വയസ്സ് കുറവാണ് കമലാ ഹാരിസിൽ നിന്നൊക്കെ പ്രതികരിച്ചിട്ടുള്ള ഒരാളുമാണ് അങ്ങേര്. മുമ്പ് നേവിയിൽ ക്യാപ്റ്റനായിരുന്നു, അമേരിക്കൻ നേവിയിൽ. 2020 ബൈഡന് വേണ്ടി നിലകൊണ്ട ആളുമാണ്. അഞ്ചാമത്തെ ആള് ജോഷ് ഷാപ്പിറോ, പെൻസിൽവാനിയ ഗവർണറാണ് അദ്ദേഹം. ലോയറായിരുന്നു, അഭിഭാഷകനായിരുന്നു, അറ്റോർണി ജനറൽ ആയിരുന്നു. അപ്പോൾ അറ്റോർണി ജനറൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ കമലാ ഹാരിസുമായിട്ട് സാമ്യമുണ്ട്. കമലാ ഹാരിസും അറ്റോർണി ആയിരുന്നല്ലോ. 20 കൊല്ലമായി ഈ കമലാ ഹാരിസിനെ അറിയാം ഈ ജോലിയിലായിരുന്ന അതുകൊണ്ട്. അപ്പോൾ അവർക്ക് പിന്തുണ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ 5 പേരിൽ ആരെങ്കിലും ആയിരിക്കും കമലാ ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.